ഒരു കവിതയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഭാവിയും പഠനത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള അത്ര ശക്തിയുണ്ട്. കാരണം ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഒക്കെ തുടക്കം ഒരു കവിതയെന്നാണ്. എന്നും ഇരുട്ട് മാത്രമാവണമെന്നില്ല. നേരം പുലരുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നമ്മൾ കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. പഴയ ലോകം പോലെ പുഞ്ചിരിക്കാം, നമുക്ക് ഒത്തുചേരാം, കൊറോണയെ തുരത്താം. ഈ കവിത മനസ്സിലായോ? കുറച്ച് പിന്നോട്ട് പോയാൽ പിടികിട്ടും. നേരം പുലരുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. അന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം ഈ കവിത എഴുതിയ കുട്ടിയെ തിരഞ്ഞ് മാധ്യമപ്രവർത്തകർ ഇറങ്ങി. അന്നവൾ തന്നെ തിരഞ്ഞെത്തിയവരോട് പറഞ്ഞത് ഒരാഗ്രഹം മാത്രം: പഠിക്കുന്ന സ്കൂളിന് പുതിയ കെട്ടിടം വേണം. പഴയതെന്നെ നശിച്ച് നാറാണക്കല്ലെടുത്ത് കഴിഞ്ഞു. അന്നത്തെ 8ാം ക്ലാസ്സുകാരിയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിറവേറ്റാൻ അധികൃതർ തീരുമാനിച്ചു. 4 വർഷത്തിനിപ്പുറം സ്നേഹയുടെ ആഗ്രഹം യാഥാർത്ഥ്യമായി. അവൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി വരുന്ന കുട്ടികൾക്ക് സുഖമായിരുന്നു പഠിക്കാൻ ഒരു കവിത കാരണമായി. ഐസക് സാർ സ്കൂൾ എന്തായാലും 7 കോടി അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉടൻ തന്നെ വരും പറഞ്ഞപ്പോൾ ഞാൻ കരുതി 10th ഒക്കെ എത്തുമ്പോഴേക്കും ഈ സ്കൂളിൽ, പുതിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പറ്റിയില്ല. പിന്നീട് ASMലേക്ക് +1 +2 പഠിക്കാൻ മാറി. വിഷമമില്ല. പക്ഷെ ഇനി എന്താ വെച്ചാൽ ഇനിയുള്ള വരുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. കവിത കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും നാട്ടിലുണ്ട്. ചെറിയൊരു കുട്ടിയുടെ കവിതയ്ക്ക് പോലും ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായയാകെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കവിത കൊണ്ടുള്ള പ്രയോജനം തന്നെയാണത്. പ്ലേ ഗ്രൗണ്ട് അനുവദിക്കാനായിട്ട് ഇപ്പോൾ 25 ലക്ഷം നമുക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ചുറ്റുമതിലും ഗേറ്റും ഒക്കെ ആയിട്ടും MLA ഫണ്ട് 25 ലക്ഷം ഉണ്ട്. ഇനി നമുക്ക് ലാബിൻ്റെ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സയൻസ്, അങ്ങനെയൊക്കെയുള്ള ലാബിൻ്റെയൊക്കെ ബിൽഡിങ്ങുകളുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ഇനി ഓരോരുത്തർ തന്നിട്ട് തന്നെ വേണം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.